Hello my dear students, welcome back to Rans Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. അപ്പോൾ മക്കളെ കേട്ടോളൂ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് 8 മാർക്കിന് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പോയിം കമ്പാരിസൺ. സാറേ, ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത് കമ്പാരിസൺ അല്ലല്ലോ, അപ്രീസിയേഷൻ ആണല്ലോ. അപ്പം നമ്മൾ അപ്രീസിയേഷനല്ലേ പഠിക്കേണ്ടത്? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇന്നേ വരെ +2 എക്സാമിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പോയം കമ്പാരിസൺ ആയിരുന്നു. ഈ ഒരു മോഡൽ എക്സാമിന് മാത്രമാണ് നമുക്ക് എന്ത് ചോദിച്ചത്? അപ്രീസിയേഷൻ ചോദിച്ചത്. ഈ അപ്രീസിയേഷൻ ചോദിച്ചത് തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കവിതയാണ്. അതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ +1 വരാറുള്ളത്. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, ഐ എം ഷുവർ, ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രോബബ്ലി ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോഴും ഉള്ളത് എന്തിനാന്ന് അറിയോ? പോയം കമ്പാരിസൺ ആണ്. മോഡൽ എക്സാമിന് അങ്ങനെ ചോദിച്ചെന്ന് കരുതിയിട്ട് അത് എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോയം കമ്പാരിസൺ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അഡപ്പട്ടല്ല മൂഞ്ചു മക്കളെ. സോ കം വിത്ത് മീ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഹിയർ വി ഗോ. അപ്പൊ ഏത് കവിത വന്നാലും ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. നോക്കൂ നിങ്ങള്, ദ ഫേമസ് പോയം, ആ കവിത ഉണ്ടാവില്ലേടാ, നമ്മൾ പഠിച്ചൊരു കവിത ഉണ്ടാവൂലേ, നമുക്കറിയുന്ന കവിത ഉണ്ടാവില്ലേ, നമ്മൾ പഠിച്ച കവിതന്റെ പേര് എഴുതി കൊടുക്കുക. ഏതാണ് നമ്മൾ പഠിച്ച കവിത? ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിച്ച ഒരു കവിതയുടെ പേര് ഇല്ലേ, ഇപ്പോ പിന്നെ നമ്മളെ ഫസ്റ്റ് യൂണിറ്റിൽ ഒരു കവിതയാണ് ഇഫ് എന്ന് പറയുന്നത് അല്ലേ. ഇഫ് അല്ലല്ലോ, അത് +1 +2 നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കവിത ഏതാണ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, 3 L's of Empowerment. അത് കഴിഞ്ഞാൽ ഒരു കവിത ഉണ്ട്, എനി വുമൺ എന്ന് പറയുന്ന കവിത ഉണ്ട് അല്ലേ. അപ്പൊ എനി വുമൺ എന്ന് പറയുന്ന കവിതനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദ ഫേമസ് പോയം എനി വുമൺ, റിട്ടൺ ബൈ കാതറിൻ, ദ ഫേമസ് പോയറ്റസ് കാതറിൻ ടൈനാൻ, ടെൽസ് us the importance of, എന്താണ് പറ, എന്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്? പറ, ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ അല്ലെ, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ വിമൻ, സ്ത്രീകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ദ സെക്കൻഡ് പോയം, ഇനി നമുക്ക് തന്നൊരു കവിത ഉണ്ടാവില്ലേ, ഇതുപോലെ തന്നെ ഒരു സ്ത്രീന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ സ്ത്രീന്റെ ആവശ്യകതയോ അല്ലെങ്കിൽ അമ്മ എന്താണെന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടാവല്ലോ കേട്ടോ. അപ്പൊ അതിലും പറയുന്ന സെക്കൻഡ് പോയം, ഈ കവിതന്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക, കവിതയുടെ പേര് എഴുതി കൊടുക്കുക, എഴുതിയ ആളുടെ പേര് എഴുതി കൊടുക്കുക, നെയിം എഴുതി കൊടുക്കുക, എന്തിനെ കുറിച്ചാണോ പറയുന്നത് അവിടെ എഴുതി കൊടുക്കുക. ഇനി നോക്കിക്കോട്ടോ, ഇനി നമ്മളത് തള്ളാൻ വേണ്ടി തുടങ്ങാണ്. Both poems are arranged well and writers try to make their creations attractive. എഴുതിയ ആൾക്കാർ രണ്ടും പൊളിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ, അവരെ ക്രിയേഷൻസ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദ ഫസ്റ്റ് പോയം, ഒന്നാമത്തെ കവിതയിൽ ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ്. ഏതാണ് പറ? നമ്മുടെ പഠിച്ച എനി വുമൺ ഇല്ലേ, അതിലിട്ടോ പോയിറ്റ് ഹാസ് വുസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോയം. ഒരുപാട് ചിന്തകളും പ്രചോദനം നൽകുന്ന വരികൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ലൈൻസ് ഓൺ എന്തിനെ കുറിച്ച്? ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ, സ്ത്രീന്റെ പ്രാധാന്യത്തെ കുറിച്ച്. സോ അതുകൊണ്ട് വി ക്യാൻ ഷട്ട് അവർ ഐസ് അഗൈൻസ്റ്റ് ദ ഗുഡ് നാച്ചർ ഓഫ് ദിസ് പോയം. ഈ കവിതയുടെ നന്മക്കെതിരെ നമുക്ക് കണ്ണടക്കാൻ പറ്റൂല. The language of the poem is highly philosophical in tone. കവിതയുടെ ഭാഷ ഉയർന്ന ചിന്തകൾ നിറഞ്ഞതാണ്. അപ്രീസിയേഷൻ എഴുതുന്നതും പോയം കമ്പാരിസൺ എഴുതുന്നതും ഏറെക്കുറെ ഒരു 90% ഒരുപോലെ തന്നെയാണ്. അതിൽ 1-2 വരികളൊന്നും ഉണ്ടാവും, പറ മാറ്റം വരും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനത്തെ കുറച്ച് വരികൾ ഉണ്ടാവില്ലേ, ഇത് കുറച്ച് അഡീഷണൽ ആയിട്ട് വരും, അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. മോർ ഓവർ ഇറ്റ് ഹാസ് മെനി ലൈൻസ്. അതിന് ഒരുപാട് വരികളുണ്ട്. വെൻ വി റീഡ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോയം ഈസ് സെയിങ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ പഠിച്ച കവിതയിൽ എന്താണോ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി നോക്കിക്കോളൂ. ഇൻ ഹിസ് പോയം ദ പോയിറ്റ് ബ്യൂട്ടിഫുള്ളി ഷോസ് ദാറ്റ് അല്ലേ, ഇപ്പൊ നമ്മുടെ കാതറിൻ ടൈൻ ഉണ്ട് എനി വുമണില്, പിന്നെ കാതറിൻ ടൈൻ നമ്മൾ കാണിച്ചു തരുന്നു. അപ്പൊ എനി വുമൺ എന്ന് പറയുന്ന കവിതന്റെ എന്ത് ചെയ്യാ, സമ്മറി ഇവിടെ എഴുതി വെക്കാന്ന് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ സമ്മറി ഇവിടെ എഴുതി വെക്കുക. ബുദ്ധിമുട്ടുണ്ടോ? അത് ഒരുപാട് എഴുതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആകെ 12.5 മിനിറ്റ് മാത്രമേ എന്തിനുണ്ടാവുള്ളൂ പറ, ഈ പോയം കമ്പാരിസൺ എഴുതാനുണ്ടാവുള്ളൂ. അപ്പൊ 2 മിനിറ്റിനൊക്കെ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ അവിടെ എഴുതി വെക്കുക. അടുത്തത് ഇൻ ദ സെക്കൻഡ് പോയം, അപ്പൊ നമുക്ക് തന്നൊരു കവിത ഉണ്ടാവില്ലേ, അതിൽ പോയിട്ട് നെറേറ്റ്സ് ദാറ്റ്, എന്താണോ ആ കവിതയിൽ പറയുന്നത്, ആ കവിതയിലെ ലൈനുകളൊക്കെ എടുത്ത് എഴുതിയിട്ട് അതിന് കുറച്ച് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഒരു സമ്മറി എഴുതി വെക്കുക. ക്ലിയർ? അടുത്ത് നോക്കിക്കോളൂ. ആ കവിത ഉണ്ടാവില്ല, നമ്മൾ രണ്ടാമത്തെ കവിത ഉണ്ടാവില്ലേ, അത് നമുക്ക് ഡയറക്റ്റ് കാണാലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാലോ. അപ്പൊ അതിന്റെ റൈമിംഗ് സ്കീം എടുക്കുക, അതിന്റെ റൈമിംഗ് വേർഡ്സ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പോയറ്റിക് ഡിവൈസ് അതിൽ കാണാൻ പറ്റും, അലിട്രേഷൻ, മെസറൻസ് ഒക്കെ കാണാൻ പറ്റും, പേഴ്സോണിഫിക്കേഷൻ കാണാൻ പറ്റും. വിച്ച് ആർ എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം എന്ന് പറഞ്ഞാലേ നമ്മൾ അപ്രീസിയേഷനിൽ പഠിച്ച സെയിം സാധനം. നോക്കൂ, ദ പോയം ഈസ് റിയലി റിച്ച് വിത്ത് വണ്ടർഫുൾ ഇമേജസ് ലൈക്ക് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് അല്ലേ, അങ്ങനെ എഴുതി കൊടുക്കുക. ഇനി ലാസ്റ്റിലും കൂടെ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. നോക്കൂ നിങ്ങൾ,
ഇതൊക്കെ നമ്മൾ അപ്രീസിയേഷനിൽ പഠിച്ചാണ്. വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നമ്മൾ പുതിയതാട്ടോ. ബോത്ത് പോയംസ് ആർ അമേസിംഗ്, രണ്ടും സൂപ്പർ ആണ്. ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എക്സ്പ്രസ്ഡ് ബൈ ദ പോയറ്റ്സ് ആർ അമേസിംഗ്, രണ്ട് കവികളുടെയും എഴുതിക്കുന്ന രീതി സൂപ്പർ ആണ്. ദ ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ ദിസ് ടു പോയംസ് ആർ സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, രണ്ടാളും ഉപയോഗിച്ച ഭാഷ സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ദ റൈറ്റേഴ്സ് ഹാവ് യൂസ്ഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇമേജറീസ്, ഒരുപാട് ഇമേജറീസും വ്യത്യസ്തമായിട്ടുള്ള ഇമേജറീസും ലാംഗ്വേജ് എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ദ ടോൺ ഓഫ് ദ പോയം ഈസ് ഫൈൻ. I think this both poems tempt the readers. ഞാൻ വിചാരിക്കുകയാണ് രണ്ട് കവിതയും നമ്മളെ റീഡേഴ്സിന് എന്ത് ചെയ്യുന്നറിയോ, ഒന്ന് ടെംപ്റ്റ് ചെയ്യും, ഒന്ന് ഉഷാറാക്കും. കാര്യം രണ്ടും സൂപ്പർ പോയാണ് കേട്ടോ. അക്കോർഡിംഗ് ടു മീ ദ ഫസ്റ്റ് എനി വുമൺ ഈസ് മൈ ഫേവറേറ്റ്, വൺ അമംഗ് മൈ ഫേവറേറ്റ്സ് പോയം എന്നൊക്കെ പറഞ്ഞാണ്ട് എഴുതി വെക്കാൻ പറ്റും. ബോത്ത് പോയംസ് ആർ സൂപ്പർ വെൽ, അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റും കേട്ടോ. സോ മക്കളെ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഐ റിപ്പീറ്റ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനോടും ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം. നത്തിങ് മോർ ടു സേ. സോ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. നൗ ഫോർഗെറ്റ് ടു ഷെയർ ദിസ് വീഡിയോ. താങ്ക് യു, ബൈ. വിലയേറിയ കമന്റുകൾ അടിയിലൊന്ന് അയച്ചേക്കണേ. ബൈ.